ബിഗ് ബോസ് സീസൺ 7 ഏഴിന്റെ പണി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പണി കൊടുക്കുന്നത് പണിപ്പുര എന്ന് പറയുന്ന ഒരിടത്ത് വെച്ചിട്ടാണ്. പണിപ്പുരയിലാണ് ഇവരുടെ വസ്ത്രം, ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് ആ പണി തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ പണിപ്പുര അവിടെ വെറുതെ കിടക്കുകയാണ്. ഡ്രസ്സെല്ലാം അവർക്ക് കിട്ടി. ഫുഡ് എന്ന് പറയുന്നത് ഈ പണിപ്പുര ടാസ്ക് എന്നുള്ള രീതിയിലേക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും വലിയ ഒരു ആക്റ്റീവായിട്ട് പോയിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ ടാസ്ക് എന്ന് പറയുന്നത് ടിക്കറ്റ് ഫിനാലേക്ക് വേണ്ടിയിട്ട് ഒരു വമ്പൻ ടാസ്ക് ആണ്. എല്ലാം എൻജോയിങ് ടാസ്ക് ആയിരുന്നു. അത്രയും ക്ഷമയും സഹനശേഷിയും ഒക്കെ വേണ്ടി വന്ന ഒരു ടാസ്ക് ആണ്. ഈ പറയുന്ന ടാസ്കിന് നല്ലൊരു എനർജി വേണം. പിടിച്ചു നിൽക്കാൻ, തല കറങ്ങി വീഴാതിരിക്കാൻ ഒക്കെയുള്ള ആഹാരം, എനർജി അത് നമ്മുടെ വയറ്റിലോട്ട് ചെല്ലണം. ഫുഡ് കിട്ടണം. അപ്പോ ഈ പറയുന്ന മൂന്നെണ്ണം, ആര്യൻ, അക്ബർ, നെവിൻ, ഇവരെ മൂന്നുപേരെയും ഒന്നിച്ച് ക്യാപ്റ്റനാക്കിയ സമയത്ത് ഇവിടെ ആരും ഇപ്പം പ്രത്യക്ഷത്തിൽ അനുമോള് മാത്രമാണ് ഇതെന്താണ് ബിഗ് ബോസ് ടാസ്ക് ഒന്നും കൊടുക്കാതെ, ഇത് മോശമായി പോയി എന്ന് പറയാനുള്ള ധൈര്യം പോലും അനുമോള് മാത്രമാണ് കാണിച്ചത്. ബട്ട് അനുമോളും അത് അക്സെപ്റ്റ് ചെയ്തു. അത് മാത്രമല്ല, ഈ ഒരു ബിഗ് ബോസ് ഹൗസിന്റെ മെയിൻ്റനൻസ് ആൻഡ് ആ ഒരു ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അനുമോൾക്കായിരുന്നു ടാസ്ക്. അത് നെവിൻ കൊടുത്ത ഒരു പണിയാണ്. പക്ഷെ അനുമോൾ അത് ഹാപ്പി ആയിട്ട് തന്നെ എടുത്തു. ആദ്യത്തെ ഒരു ദിവസം നല്ല ഓർമ്മയുണ്ട്. ഒരു പ്രശ്നവുമില്ലാതെ എല്ലാവരും മത്സരിച്ച് അവരുടെ ഓരോ ടാസ്കുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ അക്ബറും ആര്യനും നെവിനും കൂടി നല്ലൊരു കാര്യം അവിടെ പറഞ്ഞു. വേറൊന്നുമല്ല, ഈ നല്ലതുപോലെ ടാസ്ക് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുന്നവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പോലും പറഞ്ഞിട്ട് അതിനുവേണ്ടി മത്സരിച്ച് നന്നായിട്ട് അവരുടെയൊക്കെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ആദ്യത്തെ ദിവസം നമുക്ക് തോന്നിയതുമാണ്. അവിടെയൊന്നും ഈ പറയുന്ന ആദില, നൂറ, അനുമോള് ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ കിച്ചണിൽ നിന്ന് അടി തുടങ്ങിയത്? കിച്ചണിൽ നിന്ന് അടി തുടങ്ങിയത് ഫുഡിന്റെ കാര്യത്തിൽ തന്നെയാണ്. ഈ പറയുന്ന മൂന്നെണ്ണവും വെറും മടിയന്മാരാണ്. എസ്പെഷ്യലി നെവിൻ അത് ചെയ്യില്ല. പിന്നെ ഫുഡ് ഉണ്ടാക്കിയേ പറ്റൂ എന്ന് വന്നപ്പോഴത്തേക്കുമാണ് നെവിൻ അടുക്കളയിൽ കയറുന്നത്. ആര്യന് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല. അക്ബറിന് പ്രത്യേകിച്ച് വലിയ മെനയായിട്ടൊന്നും അറിയത്തില്ല. ഒരു ദിവസം 2 നേരം മാത്രം ഫുഡ് കഴിച്ച ഒരു സമയമുണ്ടായിരുന്നു. അതിന് കാരണം ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നേരത്തെ കറക്റ്റ് സമയത്തിന് കൊടുത്തു. അപ്പൊ എന്തുവാ, ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കറക്റ്റ് സമയത്തിന് കിട്ടിയില്ലേ, അപ്പൊ ഇനി ഉച്ചയ്ക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയോ? പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. നെവിൻ അതിനകത്തുണ്ടോ ഇല്ലയോ എന്നെനിക്ക് ക്ലിയർ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എങ്കിലും ആര്യനും അക്ബറും കൂടി അവർ രണ്ടുപേരുമാണ് ടാസ്കുകളിൽ ഏറ്റവും കൂടുതൽ 1, 2, 3 പൊസിഷൻസിൽ മാറി മാറി നിന്നത്. അപ്പോ നൂറ മുന്നോട്ട് വരുന്നു എന്ന് കണ്ടിട്ട് ഈ പറയുന്ന മറ്റു കണ്ടസ്റ്റൻസിന് ഫുഡ് കൊടുക്കണ്ട എന്നൊരു കുബുദ്ധി തോന്നിയിട്ടില്ല എന്ന് ആർക്ക് പറയാൻ പറ്റും? അങ്ങനൊരു കുബുദ്ധി തോന്നിയിട്ടുണ്ട്. അതായത് ഇവർക്ക് ഫുഡ് കൊടുക്കാതിരുന്നാൽ അവർക്ക് ആ എനർജി കുറയും, അവർ ആ ടാസ്കുകളിൽ നിന്ന് പിന്നോട്ട് പോകും എന്ന് അവർ കരുതിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അക്ബറും ആര്യനും കൂടി ചേർന്നിട്ടായിരിക്കാം മേ ബി ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് അവർ രഹസ്യമായിട്ട് ഫുഡ് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഈ പറയുന്ന മറ്റ് മത്സരാർത്ഥികൾക്കൊന്നും തന്നെ ഫുഡ് കൊടുക്കാതിരുന്ന് അത്രയും നീചമായിട്ടുള്ള ഒരു ചിന്താഗതി ഇവന്മാർക്ക് പോയിട്ടില്ല എന്ന് പറയുന്നത് പൊട്ടത്തരമാണ്. അങ്ങനെ പോയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഇവര് മൂന്നുപേരും ഒറ്റയ്ക്ക് ഒളിച്ചും പാതും. അതിപ്പോ നെവിന്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യമില്ല. നെവിൻ അങ്ങനെ തന്നെയാണ്. നെവിൻ അത് കഴിക്കും. ആരും ചോദ്യം ചെയ്യത്തില്ലെന്നുള്ള വിശ്വാസം നെവിനുണ്ട്. ഇനി ചോദ്യം ചെയ്യുകയാണെങ്കിൽ ബിഗ് ബോസ് പറയട്ടെ എന്ന് പറയുകയും ചെയ്യും. അപ്പം ഇപ്പം ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട്, ബ്രെഡ് പാലിനകത്ത് മുക്കി പഞ്ചസാര ഇട്ട് അത് മതി. ഒരു ബ്രെഡിനകത്ത് എത്ര കലോറി ഉണ്ട്? ഷുഗർ എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഗ്ലൂക്കോസ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പിടിച്ചു വയ്ക്കാനുള്ളത് ഷുഗറിൽ തന്നെ കിട്ടും. സോ അവര് പാലും ബ്രെഡും ഷുഗറും എല്ലാം കൂടെ ചേർത്ത് അവർ ബുദ്ധിപരമായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണ് ആദിലയും നൂറയും അനുമോളും ഫുഡ് കട്ടെടുത്താണെങ്കിലും അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടാണെങ്കിലും, അത് കട്ടെടുക്കുക എന്ന് പറയാൻ പറ്റത്തില്ല, അവന്മാരവിടെ കഴിക്കുന്നുണ്ടല്ലോ, എന്നാൽ നമുക്കുള്ളത് നമ്മളും ഇനി അടുക്കളയിൽ കയറി ഉണ്ടാക്കി കഴിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ നൂറയും ആദിലയൊക്കെ വയ്യാതെ വന്ന് ഗ്യാസ് കയറി വൊമിറ്റ് ചെയ്തു. ഇതൊക്കെ സീൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇവര് ഫുഡ് ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു കേർഡിന്റെ കാര്യത്തിലായിക്കോട്ടെ, യോഗേർട്ടിന്റെ കാര്യത്തിലായിക്കോട്ടെ, പിന്നെ ബ്രെഡൊക്കെ അവരും ഇതിനക്ക് ബ്രെഡും ബട്ടറും ഒക്കെ യൂസ് ചെയ്തിട്ട് അവർ കഴിക്കുന്ന സമയത്ത് ഇത് അനീഷേട്ടന് കൊടുക്കണം, ഇത് സാബുമാന് കൊടുക്ക് എന്ന് പറഞ്ഞു. സാബുമാനാണെങ്കിൽ 2 ഇടത്തുനിന്നും ഫുഡ് കഴിക്കുന്ന ആളാണ്. എന്നിട്ടും അനുമോള് പറഞ്ഞു ഇത് സാബുമാന് കൊടുക്ക്, ഇത് അനീഷേട്ടന് കൊടുക്ക്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാതിരുന്നാൽ ശരിയാകത്തില്ല. നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ മാത്രമല്ല അനീഷേട്ടനൊക്കെ ഫുഡ് വേണം, അനീഷേട്ടനും ഫുഡ് കൊടുക്കണ്ടേ, കഴിക്കണ്ടേ? നിങ്ങൾ മാത്രം ഇങ്ങനെ കഴിച്ചു, ഞങ്ങൾ മാത്രം ഇങ്ങനെ കഴിച്ചാൽ അവർക്ക് ആരും ഫുഡ് കൊടുക്കും?
അനീഷ് ആരെങ്കിലും ഫുഡ് തരുകയാണെങ്കിൽ അത് കിച്ചൺ ടീം തരുകയാണെങ്കിൽ തന്നെ കഴിക്കത്തോളൂ എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് അനീഷ്. അത് മാത്രമല്ല കഴിഞ്ഞ ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു, ശരിക്കും പറഞ്ഞാൽ അനുമോളും ആദിലയും നൂറയും എല്ലാം ഉച്ചയ്ക്കത്തെ ഫുഡ് വൈകുന്നു എന്ന് കണ്ടിട്ട് നേരെ പോയി അവർ കിച്ചണിൽ പോയി കഞ്ഞി ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ അനീഷേട്ടിന് കഞ്ഞി വേണോ എന്നിവർ ചോദിക്കുമ്പോൾ നൂറയും അനുമോളും കൂടിയാണ് കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉടനെ അനീഷ് പോയി ആര്യന്റെ അടുത്തും അക്ബറിന്റെ അടുത്തും നിങ്ങൾ കിച്ചണിൽ കയറുന്നുണ്ടോ, നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ, നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് 5 മിനിറ്റിനകത്ത് നിങ്ങൾ ഉണ്ടാക്കും എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ വെക്കുന്ന ഫുഡ് മതി എന്ന് വെച്ചാൽ കിച്ചൺ ടീം ആ ഒരു റൂള് അവിടെ അങ്ങനെ തന്നെ പോകട്ടെ എന്ന് കരുതിയിട്ടാണ് അനീഷ് അതിന്റെ കൂടെ നിൽക്കുന്നത്. അല്ലാതെ അനീഷിന് ഈ 3 ക്യാപ്റ്റൻസിനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിപ്പോ ലാലേട്ടൻ വന്ന ഇന്നലത്തെ എപ്പിസോഡിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു എന്താ പറയാ, ആ ഒരു നിയമം അത് പാലിക്കണമെന്ന് അനീഷ് എന്നിട്ടും അനീഷ് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രം നിങ്ങൾ 5 മിനിറ്റിനകത്ത് ഫുഡ് വെക്കുവാണെങ്കിൽ എനിക്ക് കൂടി അവര് ഫുഡ് വെക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾ ലേറ്റ് ആവുന്നത് കൊണ്ടാണ്, രാവിലെ ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് നേരമായി എന്ന് എടുത്തെടുത്ത് അനീഷ് പറയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. സോ ഇത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഇത് ചോദിക്കുമ്പോൾ അക്ബർ അന്നേരം പോലും അക്ബറും നെവിനും കൂടെ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് നിൽക്കുക. ആ ബ്രെഡിന്റെ കാര്യം ലാലേട്ടൻ എടുത്ത് ചോദിച്ചത് കൊണ്ട് നെവിൻ അറിയാം അത് കള്ളത്തരമാണെന്ന്. അക്ബർ എന്നിട്ടും ഇല്ല ലാലേട്ട അത് എന്നിട്ട് അവസാനം അക്ബർ പറയുന്നുണ്ട് അത് ഞങ്ങൾ കഴിച്ചായിരുന്നു ലാലേട്ട, അത് തെറ്റിപ്പോയ മോശമാണ്, അത് പിന്നെ സംസാരിക്കാന്ന് കരുതി അപ്പൊ തന്നെ ലാലേട്ടൻ അത് മാറ്റി വെച്ചിട്ട് ഷാനവാസിന്റെ വിഷയത്തിലേക്ക് വരികയാണ് ചെയ്തത്. സോ കഴിഞ്ഞ ആഴ്ച ഈ 3 ക്യാപ്റ്റൻസ് സത്യം പറഞ്ഞാൽ ഇവരെ പട്ടിണി കിട്ടു. ആ ഒരു ടാസ്ക് അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച കണ്ണി ചോരയില്ലാത്ത പരിപാടിയാണ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. ഇനിയിപ്പോ കുറച്ച് ഡേയ്സ് ആയിട്ട് അനുമോളുടെ കാര്യം മാത്രം പറയുന്ന ഒരു ചാനലായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പലരും കമന്റ് ചെയ്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ 8 പേരേ ഉള്ളൂ. അതിൽ തന്നെ ഈ 6 പേര് 3 പെണ്ണുങ്ങളും 3 ആണുങ്ങളും ആണ് ഈ പ്രശ്നങ്ങളിലൊക്കെ ഉൾപ്പെടുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതലും അനുമോൾ നെവിൻ പ്രശ്നമാണുള്ളത്. അതുകൊണ്ട് അനുമോളുടെ വിഷയങ്ങളാണ് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് അനുമോളുടെ പേര് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അനുമോൾ ചെയ്ത ഒരു പ്രവൃത്തിയിലും എനിക്കൊരു കുറ്റം ഫീല് വന്നിട്ടില്ല. പകരം അനുമോളോട് ഇവരെല്ലാവരും അങ്ങോട്ട് പോയി ചൊറിയാണ്. അക്ബറിനും നെവിനും ആര്യനും അനുമോളോട് വ്യക്തമായിട്ടുള്ള ദേഷ്യമുണ്ട്. അപ്പൊ അവർ ആ ഒരു എന്താ പറയാ വ്യക്തിപരമായിട്ട് അവരെ ഉപദ്രവിക്കുന്ന ലെവലിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് എനിക്കിപ്പോ ഈ 3 പേരെ ആര്യൻ, അക്ബർ, നെവിന് ഇവരെ 3 പേരെയും കണ്ടിന്യൂസ്ലി കുറ്റം പറയേണ്ടി വരുന്നത്. അതൊരു റിവ്യൂല് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയി തരാം. ബൈ.